Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഡിവൈസാണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ എം സീരീസിലെ സാംസങ് ഗാലക്സി M34 5G ആണ്. അപ്പോൾ M34 എന്ന് എഴുതിയെടുത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സാംസങ് M34 5G ആണ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഡിവൈസാണ്. ഒരു 2-3 ദിവസം മുമ്പാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. ഇത് രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആണ്. 6GB 128GB സ്റ്റോറേജും 8GB 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 18,999 രൂപയാണ്. പക്ഷേ കാർഡ് ഓഫറുണ്ട്, 2,000 രൂപ കാർഡ് ഓഫറുണ്ട് ബേസ് വേരിയൻറ്റിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 16,999 രൂപ, അതായത് 17,000 റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ആ വിലയ്ക്ക് വെർത്താണോ എന്ന് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കായ കാര്യങ്ങളെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 50 മെഗാപിക്സൽ OIS ക്യാമറ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. നോ ഷേക്ക് ക്യാമറയാണ് സാംസങ് പറയുന്നത്. നോ ഷേക്ക് ക്യാമറ എന്തുകൊണ്ടാണ് വെച്ചാൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ 13 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും, പിന്നെ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയുണ്ട്, 25 വാട്ട് ചാർജിങ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹാർഡ്വെയർ വൈസ് എനിക്കൊന്ന് നല്ല ഒരു ഇതാണ്. പക്ഷേ ചില കോംപ്രമൈസസ് ഉണ്ട്, അതെന്താ ഞാൻ പറയാം. ഫസ്റ്റ് കോംപ്രമൈസ് പറഞ്ഞാൽ ചാർജറില്ല ബോക്സിനകത്ത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചാർജർ മേടിക്കണം. അതെല്ലാം സാംസങ് ഡിവൈസാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ സാംസങ് ഗാലക്സി M34 5G നമുക്ക് ഉടൻ തന്നെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. സാംസങ് ഗാലക്സി M34 5G നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രിസം സിൽവർ വേരിയൻ്റ് ആണ്. 6GB റാമും 128GB സ്റ്റോറേജുമാണ്. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ മെയിൻ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. AMOLED 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ, അതിനൊപ്പം തന്നെ 50 മെഗാപിക്സൽ OIS ക്യാമറ, 13 മെഗാപിക്സൽ ഫ്രണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 25 വാട്ട് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. അപ്പോൾ വളരെ സ്ലിം ബോക്സാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. എൻ്റെ സ്റ്റാൻഡേർഡ് USB Type-C ടു Type-C ചാർജിങ് കേബിൾ. പിന്നെ വരുന്നത് ഹെഡ്സാറിൻ്റെ ഡീറ്റെയിൽസിൻ്റെ 0.893 അത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കി പിന്നെ മാനുവൽ മാത്രമേ ഇൻക്ലൂഡ് ഉള്ളൂ. പിന്നെ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഇനി വേറെ ഒന്നും തന്നെ ബോക്സില്ല, അപ്പോൾ ബോക്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M34 5G. നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഡിസൈൻ നമുക്ക് ഏറെക്കുറെ നമ്മൾ ഈ അടുത്ത് സാംസങ്ങിൻ്റെ F54 5G ഇറങ്ങി, അതേപോലെ സാംസങ്ങിൻ്റെ S സീരീസിൽ അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ. അപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി 50 മെഗാപിക്സൽ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാപിക്സൽ മാക്രോ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വോളിയം റോക്കർ കീസ് കാണാം. ഇവിടെ നല്ലൊരു കേർവ്ഡ് ഫിനിഷാണ്, ഒരു സിൽവർ കളർ ഫിനിഷാണ്. ഇത് ആക്ച്വലി കളറിൽ ഡിഫറെൻറ്റ് ലൈറ്റിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരും. സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ആണ്. നല്ലൊരു ഫിനിഷാണ്, പ്ലാസ്റ്റിക്കാണ്. ഇവിടെ സിം ട്രേണ്. ബോട്ടം സെക്ഷനിൽ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. USB Type-C പോർട്ടാണ്, സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പിന്നെ നമുക്ക് ബെസിൽസ് ഉണ്ട്. താഴത്തെ ബെസിൽസ് കുറച്ചധികം ഉണ്ട്, ഞാൻ വിശദമായി പറയാം, ബൂട്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ട്രിപ്പിൾ ക്യാമറ 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡിസൈനിലേക്ക് വരാം. കുറച്ചൊരു തിക്ക് ഡിവൈസാണ്, കാരണം 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. എന്നാലും വലിയൊരു തിക്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. ജസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു വെയിറ്റ് ഫാക്ടർ ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിസൈനാണെന്ന് പറയാം. ഫ്രണ്ട് പാനൽ ഡിസൈൻ ഒബ്വിയസ്ലി നല്ലോണം ബെസൽസ് ഉണ്ട്, കണ്ടില്ലേ? മുകൾ ഭാഗത്തും സൈഡിലും താഴെയും അത്യാവശ്യം ബെസൽസ് ഉണ്ട്. അതാണ് ഇതിലെ ഒരു മേജർ കോംപ്രമൈസ്. അതായത് വാട്ടർ ഡ്രോപ്പ് നോച്ചും താഴത്തെ ബെസൽസും കൂടുതലാണെന്നുള്ളതാണ് വേറൊരു ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചാർജർ ഇല്ല. അതിനൊപ്പം തന്നെ ഇതും ഒരു കോംപ്രമൈസ് ആണ്. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. U നോച്ച് ആണ്, ബെസൽസും ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു കോംപ്രമൈസ് എന്ന് പറയാവുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടില്ല താഴത്ത് നല്ലൊരു ബെസൽസ് ഉണ്ട്. പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ആസ്പെക്റ്റ് ആണ്. നമ്മൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് അഡാപ്റ്റീവ് മോഷൻ സ്മൂത്ത്നെസ് ഉണ്ടല്ലേ, ഹൈ ആണ്. ഹൈ 120 Hz ആണ്. സ്റ്റാൻഡേർഡ് 60 Hz ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്, ഡെഫിനറ്റ്ലി പറയാം. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ AMOLED
ആൻഡ്രോയിഡ് 120 ഹെർട്സ് കിട്ടുന്ന ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ വളരെ ചുരുക്കം ഫോൺസേ ഉള്ളൂ, ഇല്ല എന്നല്ല ചുരുക്കം ഫോൺസേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ഉണ്ട്. ഇവിടെ നമ്മൾ കോംപ്രമൈസ് എന്ന വാട്ടർ ഡ്രോപ്പ് നോച്ചും താഴത്തെ ബെസൽസ് അധികമാണെന്നുള്ളതാണ്. അപ്പോൾ ഡിസ്പ്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ 1 UI 5.1 ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 UI 5.1 ആൻഡ്രോയിഡ് 13 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, വാൾപേപ്പർ സ്റ്റൈല്, അതേപോലെ അഡീഷണൽ ഓപ്ഷൻസ്, ബാറ്ററി മാനേജ്മെൻറ്റ്, പിന്നെ അഡ്വാൻസ് ഫീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കൊരു ഫുൾ 1 UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ സ്ട്രോങ് പോയിൻ്റാണ്. കാരണം സാംസങ് അവരെ ഫോൺസിൻ്റെ കാര്യത്തിൽ വളരെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ ഒരു നല്ലൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും, അതേപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് കിട്ടും. അപ്പോൾ ഒരു കിടിലം എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. അപ്പോൾ സോഫ്റ്റ്വെയർ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇതാണ്. പിന്നെ കുറച്ച് ബ്ലോട്ട് വെയർസ് ഉണ്ട്, കണ്ടില്ലേ, ഫോൺ പേ, സ്നാപ്ചാറ്റ്, ട്രൂ കോളർ, ആമസോൺ, കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, എങ്കിലും കുറവാണ്, റിലേറ്റീവ്ലി കുറവാണെന്ന് പറയാം. നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, അങ്ങനെ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ്, എങ്കിലും റിലേറ്റീവ്ലി കുറവാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇനി പെർഫോമൻസിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് Exynos 1280 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇതൊരു 5 നാനോമീറ്റർ ചിപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ബഡ്ജറ്റ് ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അറൗണ്ട് 4 lakh or 3.5 lakh to 4 lakh എന്തോ ആണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു 20,000 രൂപയ്ക്ക് താഴെ വേണ്ട പ്രോസസ്സറാണ്. അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രോസസ്സറാണ്. പിന്നെ Exynos ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഗെയിമിങ്ങിനൊന്നും അത്ര ഒരു സാധ്യതയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. Exynos ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വലിയൊരു സാധ്യതയില്ല, എങ്കിലും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് നല്ലൊരു ആസ്പെക്റ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി പറയാം. ഇനി നമുക്കിവിടെ 6GB റാമും 128GB സ്റ്റോറേജും, 8GB റാമും 128GB സ്റ്റോറേജും, അങ്ങനെ രണ്ടെണ്ണമാണ് വരുന്നത്. അപ്പോൾ 2 വേരിയൻ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറയിലോട്ട് വരാം. നമുക്കിവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൈമറി 50 മെഗാപിക്സലും OIS ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി 8 മെഗാപിക്സലും, തേർഡ് മാക്രോ സെൻസർ 2 മെഗാപിക്സലും. ഇവിടെ നമുക്ക് 13 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അൾട്രാ HD, അതായത് 4K 30 FPS ഉണ്ട്. ഇവിടെ കണ്ടില്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുക്കാം. അതേപോലെ തന്നെ വീഡിയോ അഡീഷണൽ മോഡ്സ് ഉണ്ട്, മാക്രോ മോഡ് ഉണ്ട്, പിന്നെ ഫോട്ടോയിൽ പോയി കഴിഞ്ഞാലും അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്, പോർട്രേറ്റ് മോഡ്, ഫൺ മോഡ്, പിന്നെ ഇവിടെ നമുക്ക് നൈറ്റ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് അല്ലാണ്ട് മാക്സിമം റെക്കോർഡിംഗ് 4K ആണ്. ഇനി സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെൽഫി ക്യാമറയിൽ ഫുൾ HD 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം സാംസങ് ഗാലക്സി M34 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 50 മെഗാപിക്സൽ ക്യാമറ പറയാം. 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ക്യാമറ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കൂടുതൽ ടെസ്റ്റ് ചെയ്ത് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ സാംസങ് ഗാലക്സി M34 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും 25 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒബ്വിയസ്ലി ചാർജർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കേസാണ്. അപ്പോൾ ചാർജിങ് സ്പീഡ് 25 വാട്ട് ഒരു ഡീസൻറ്റ് സ്പീഡേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ 67 വാട്ട് 33 വാട്ടൊക്കെ വളരെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു 25 വാട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്പീഡൊന്നുമല്ല, എങ്കിലും സാംസങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് 25 വാട്ട് ഒരു ഡീസൻറ്റ് സ്പീഡാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. അപ്പോൾ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയുടെ ഇതിൻ്റെ ഹൈലൈറ്റ് നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്, നല്ല ഒരു ബാറ്ററി ലൈഫ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. 1 UI പൊതുവേ ഒപ്റ്റിമൈസ്ഡ് ആയ ഒരു UI ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ്ങിൻ്റെ M34 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വേരിയൻ്റാണ്. 6GB 128 ആണ് നമ്മൾ മേടിച്ചത്. ഇത് 16,999 ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ട്, 2000 രൂപയുടെ കാർഡ് ഓഫർ. അത് ICICI ബാങ്കും SBI കാർഡിലും ഉണ്ട്. അതും കാർഡ് ഓഫർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 18,999 രൂപയാണ് ബേസ് വേരിയൻറ്റ് വരുന്നത്.
അപ്പോൾ കാർഡ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 17,000 റുപ്പീസിന് ഈ സ്പെക്ക് കിട്ടും. എനിക്കൊന്ന് നല്ലൊരു ഓപ്ഷനാണ്. 2-3 കോംപ്രമൈസ്. ഒന്ന് ഈ ബെസൽസ് കൂടുതലാണ്, അതേപോലെ വാട്ടർ ഡ്രോപ്പാണ്, പിന്നെ എക്സിനോസിൻ്റെ ചിപ്പാണ് വരുന്നത്. പക്ഷേ നല്ല കാര്യങ്ങളെന്ന് വെച്ചാൽ സൂപ്പർ ആമോലെഡ് AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടിയ ക്യാമറ ഉണ്ട്, നല്ലൊരു UI എക്സ്പീരിയൻസ് ഉണ്ട്, 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം തന്നെ നല്ല കാര്യങ്ങൾ. പിന്നെ അതേപോലെ ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, കുറച്ച് ചെറിയൊരു 2-3 പോരായ്മകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിവൈസ് കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നി. പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡിവൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി M34 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇത് ആമസോണിലാണ് അവൈലബിൾ ആവുന്നത്. മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.